പ്രിയപ്പെട്ടവരെ, ഞാൻ ഫിറോസ് അലി മുഹമ്മദ്. നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിലേക്ക് കടക്കാൻ ഇനി ചില മണിക്കൂറുകൾ മാത്രം. ശബ്ദപ്രചാരണം ഏതാണ്ട് ഒരു ദിവസത്തിനുള്ളിൽ നാളെ വൈകിട്ടോടെ അവസാനിക്കുകയാണ്. 3 മണ്ഡലങ്ങളിലൂടെയുള്ള വളരെ പെട്ടെന്നുള്ള യാത്രയാണ് ഈ രാത്രിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. 3 മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം നടക്കുന്നു എന്ന നിലയിൽ ആണ് പൊതുവെ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അത് 1 ആറ്റിങ്ങൽ, 2 കാസർഗോഡ്, 3 മാവേലിക്കര. ഈ 3 മണ്ഡലങ്ങളിലൂടെ കടന്നു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. കാസർഗോഡ് മണ്ഡലത്തിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ കാസർഗോഡ് മണ്ഡലത്തിലേക്ക് വന്നാൽ, കാസർഗോഡ് മണ്ഡലത്തിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ സാക്ഷാൽ AKG 3 തവണ വിജയിച്ച മണ്ഡലം എന്ന നിലയിൽ കാസർഗോഡ്, ആ നിലയ്ക്ക് തന്നെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം അറിയപ്പെടുന്നു. അതുപോലെ അതികായനായ EK നായനാർ, രാമചന്ദ്രൻ കടന്നപ്പള്ളിയോട് തോറ്റ മണ്ഡലം എന്ന നിലയിലും കാസർഗോഡ് അറിയപ്പെടുന്നു. പിന്നെ രാമറായിയും രാമണ്ണാറായിയും ഒക്കെ വാണിരുന്ന കാസർഗോഡ്, രാമണ്ണറായി 3 തവണ മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ്. CPM-ന് വേണ്ടി മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ് കാസർഗോഡ്. പിന്നീട് പി കരുണാകരൻ അതുപോലെ ആ നിലയ്ക്കുള്ള സഖാക്കൾ വിജയിച്ച ഒരു മണ്ഡലം എന്ന നിലയിൽ കൂടി T. ഗോവിന്ദനും അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആ നിലയ്ക്ക് കാസർഗോഡ് ഒരു കാലത്ത് LDF-ന്റെ ശക്തി കേന്ദ്രമായിരുന്ന കാസർഗോഡ്, അത് പിന്നീട് ഇടക്കാലങ്ങളിൽ അത് UDF-ന്റെ കയ്യിലേക്ക്, കോൺഗ്രസിന്റെ കയ്യിലേക്ക് വന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. കാസർഗോഡ് കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ അവിടെ ജനവിധി തേടുന്നു. സിറ്റിംഗ് MP ആണ്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം 40,438 വോട്ടുകൾ ആയിരുന്നു. ഇക്കുറി അവിടെ മത്സരിക്കുന്നത് MV ബാലകൃഷ്ണൻ, CPM-ന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായ MV ബാലകൃഷ്ണൻ അവിടെ മത്സരിക്കുമ്പോൾ ML അശ്വിനിയാണ് BJPക്ക് വേണ്ടി, NDAക്ക് വേണ്ടി അവിടെ ജനവിധി തേടുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താനെ എതിരിടാൻ കഴിഞ്ഞ തവണ ഇറങ്ങിയത് KP സതീഷ് ചന്ദ്രനായിരുന്നു. അതേസമയം BJPക്ക് വേണ്ടി രവീശ തന്ത്രി കുണ്ടാറും അവിടെ നമുക്ക് പരിചയമുള്ള പേരാണ്. രവീശ തന്ത്രി കുണ്ടാർ, അദ്ദേഹമാണ് കഴിഞ്ഞ തവണ BJPക്ക് വേണ്ടി അവിടെ മത്സരിച്ചത്. നമുക്ക് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ കഴിഞ്ഞ തവണത്തെ ചിത്രം ഒന്ന് പരിശോധിക്കുമ്പോൾ അവിടെ 3 മണ്ഡലങ്ങളിലാണ് രാജ്മോഹൻ ഉണ്ണിത്താന് ലീഡ് ലഭിച്ചത്. അത് കാസർഗോഡ്, ഉദുമ, മഞ്ചേശ്വരം, ഈ 3 മണ്ഡലങ്ങളിൽ രാജ്മോഹൻ ഉണ്ണിത്താന് ലീഡ് ലഭിച്ചു. അഥവാ ഈ 3 മണ്ഡലങ്ങളിലെ ലീഡ് കൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ തവണ അവിടെ വിജയക്കൊടി പാറിച്ചത് എന്ന് പറയാം. മറ്റ് 4 മണ്ഡലങ്ങളിൽ KP സതീഷ് ചന്ദ്രനായിരുന്നു അവിടെ ലീഡ്. ആ 3 മണ്ഡലങ്ങൾ, 1 കാസർഗോഡ്, 2 മഞ്ചേശ്വരം, 3 ഉദുമ. കാസർഗോഡ് അദ്ദേഹത്തിന്റെ, അതായത് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭൂരിപക്ഷം 23,160 വോട്ടുകളായിരുന്നെങ്കിൽ മഞ്ചേശ്വരത്തേക്ക് എത്തിയപ്പോൾ 11,113 വോട്ടുകൾ രാജ്മോഹൻ ഉണ്ണിത്താന് ഭൂരിപക്ഷം നൽകി. അതേസമയം ഉദുമയിൽ 8,937 വോട്ടുകൾ രാജ്മോഹൻ ഉണ്ണിത്താന് ഭൂരിപക്ഷം നൽകി. അതേസമയം കാഞ്ഞങ്ങാടേക്ക് വന്നപ്പോൾ 2,221 വോട്ടിന്റെ ലീഡ് CPM-ന്, തൃക്കരിപ്പൂരിൽ 1,899 വോട്ടിന്റെ ലീഡ് CPM-ന്, പയ്യന്നൂരിൽ 26,131 വോട്ടിന്റെ ആധികാരികമായ ലീഡ് CPM-ന്, കല്യാശ്ശേരിയിൽ 13,694 വോട്ടിന്റെ ആധികാരികമായ ലീഡ് CPM-ന്. അതായത് KP സതീഷ് ചന്ദ്രന് കഴിഞ്ഞ തവണ 4 മണ്ഡലങ്ങളിൽ ഏതാണ്ട് ആധികാരികമെന്ന് പറയാവുന്ന ഭൂരിപക്ഷം ഉണ്ടായിട്ടും 40,436 വോട്ടുകൾക്ക് ഈ 3 മണ്ഡലങ്ങളാണ് കഴിഞ്ഞത്. കാസർഗോഡ്, മഞ്ചേശ്വരം, ഉദുമ, ഈ 3 മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം കൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്രാവശ്യം MV ബാലകൃഷ്ണൻ അവിടെ എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഇതുവരെയുള്ള, ഇനിയിപ്പോ അടുത്ത ഒരു ദിവസം കൂടി മാത്രമാണ് ശബ്ദപ്രചാരണത്തിനുള്ളത് എന്നിരിക്കെ അവിടെ കടുത്ത മത്സരം കടുത്തതാണെങ്കിൽ പോലും രാജ്മോഹൻ ഉണ്ണിത്താൻ ചിലപ്പോൾ ലീഡ് കുറയാനുള്ള സാധ്യത പറയുന്നുണ്ട്. എങ്കിലും കാസർഗോഡിന്റെ ഉണ്ണിച്ചയായി മാറിയ 2019 മുതൽ കഴിഞ്ഞ 5 വർഷക്കാലമായി കാസർഗോഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ അവിടെ തെരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത കാണുന്നു. രാജ്മോഹൻ ഉണ്ണിത്താന് കാസർഗോഡ് മണ്ഡലത്തിൽ മുൻതൂക്കം. അതേസമയം വളരെ വേഗം ആറ്റിങ്ങിലേക്ക് വരികയാണ്. ആറ്റിങ്ങിലേക്ക് വരുമ്പോൾ നമുക്കറിയാം 2014-ലും 19-ലും A സമ്പത്ത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമായിരുന്നു. 1996-ൽ തലേക്കുന്നിൽ ബഷീറിനെ 48,000-ലധികം വോട്ടുകൾക്ക് A സമ്പത്ത് തോൽപ്പിച്ച മണ്ഡലമാണ്. 91-ൽ അതുപോലെ സുശീല ഗോപാലന്റെ മുൻപിൽ 1000-ലധികം വോട്ടുകൾക്ക് തലേക്കുന്നിൽ ബഷീർ കാലിടറി വീണ മണ്ഡലമാണ്. പിന്നീട് വർക്കല രാധാകൃഷ്ണൻ CPM-ന് വേണ്ടി 3 തവണ ആ മണ്ഡലം, 96-ൽ, 98-ൽ, 2004-ൽ, പിന്നീട് 2009-ൽ A സമ്പത്ത്, 2014-ൽ A സമ്പത്ത്, 2019-ലാണ് അവിടെ അവതരിക്കുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആനയെ മയക്കുന്ന അരിങ്ങോടരായ നമ്മുടെ അടൂർ പ്രകാശ് അവിടേക്ക് വരുന്നു. അടൂർ പ്രകാശ് അവിടുത്തെ മുഴുവൻ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടാണ് 38,847 വോട്ടുകളുടെ ആധികാരികമായ ഭൂരിപക്ഷത്തിൽ ആറ്റിങ്ങൽ എന്ന നെടുംകോട്ട തുടർച്ചയായി എത്രയോ തവണ, 5 തവണയല്ല അതിൽ കൂടുതൽ പതിറ്റാണ്ടുകൾ LDF-ന്റെ കുത്തകയായിരുന്ന കുത്തക മണ്ഡലമായ ആറ്റിങ്ങൽ അടൂർ പ്രകാശ് എന്ന
കോന്നിയിൽ നിന്ന് തുടർച്ചയായ 5 തവണ ജനപ്രതിനിധിയായ അടൂർ പ്രകാശ് 23 വർഷം MLA ആയിരുന്നു. അദ്ദേഹത്തിന് 25 വർഷം, 1/4 നൂറ്റാണ്ട് MLA ആയി തികയ്ക്കാമായിരുന്നു. പക്ഷേ കോന്നി എന്ന മണ്ഡലം അവിടെ നിന്നാണ് 2019 അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വരുന്നത്. അവിടെ സമ്പത്തിനെ 38,427 വോട്ടുകൾക്ക് തകർത്ത ആ മണ്ഡലത്തിലെ ആ സമയത്തെ മത്സര ചിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെയുള്ള നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര, കാട്ടാക്കട അങ്ങനെ കിടക്കുന്ന ഒരു മണ്ഡലമാണ്. ആ ലോക്സഭാ മണ്ഡലത്തിൽ ഒരേ ഒരു നിയമസഭാ നിയോജക മണ്ഡലത്തിൽ മാത്രമാണ് LDFന് സമ്പത്തിന് ലീഡ് കിട്ടിയത്. അത് നെടുമങ്ങാട് നിയമസഭാ നിയോജക മണ്ഡലത്തിലായിരുന്നു. ലീഡ് വെറും 759 വോട്ടുകളായിരുന്നു. അതേസമയം വർക്കലയിൽ 5684 വോട്ടുകളുടെ ലീഡ് അടൂർ പ്രകാശിന് കിട്ടി. ആറ്റിങ്ങലിൽ 1553 വോട്ടുകളുടെ ലീഡ് കിട്ടി. ചിറയൻകീഴിൽ 8564 വോട്ടുകളുടെ ലീഡ് കിട്ടി. വാമനപുരം എന്നൊക്കെ പറയുന്നത് CPMന്റെ നെടുംകോട്ടയാണ്. ആ നെടുംകോട്ടയിൽ എനിക്ക് തോന്നുന്നു വാമനപുരം മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത, വാമനപുരം മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഒരു UDFകാരൻ, കോൺഗ്രസുകാരൻ ജയിച്ചിട്ടില്ല. അത് ഏറ്റവും അവസാനം DK മുരളിയാണ് അവിടെ വന്ന് ജയിച്ചത്. ആ മണ്ഡലം എന്ന് പറഞ്ഞാൽ അതിന്റെ ചരിത്രം തന്നെ ചുവപ്പാണ്. ആ മണ്ഡലത്തിൽ പോലും ഇദ്ദേഹത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ ആനയെ മയക്കുന്ന അരിങ്ങോടരായ അടൂർ പ്രകാശിന് കിട്ടിയ ലീഡ് വാമനപുരത്ത് 9440 വോട്ടുകൾ, അരുവിക്കരയിൽ 8549 വോട്ടുകൾ, കാട്ടാക്കടയിൽ 6140 വോട്ടുകൾ. അങ്ങനെ ഈ നെടുമങ്ങാട് ഒഴിച്ചാൽ ബാക്കി 6 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ കൊടി പാറിച്ചുകൊണ്ടാണ് അടൂർ പ്രകാശ് 2019 ആ നെടുംകോട്ട, LDFന്റെ നെടുംകോട്ടയായ ആറ്റിങ്ങൽ പിടിച്ചെടുക്കുന്നത്. ഇക്കുറി വി ജോയ് ഒട്ടും മോശക്കാരനല്ല, ജില്ലാ സെക്രട്ടറിയാണ്. അതായത് ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന വളരെ കരുത്തനായ നേതാവ്. ഒരുപക്ഷെ അടൂർ പ്രകാശ് അല്ലെങ്കിൽ വി ജോയ് ഉറപ്പായും ജയിക്കേണ്ട ഒരു മണ്ഡലം. അതുപോലെ വി മുരളീധരൻ, കേന്ദ്ര മന്ത്രി, BJPയുടെ പ്രമുഖനായ നേതാവ് അവിടെ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ത്രികോണ മത്സരം, അതിന്റെ ഒരു പ്രതീതിയൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ അതൊരു നേർക്കുനേർ മത്സരമാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു നേർക്കുനേർ മത്സരത്തിലേക്ക് ആ മണ്ഡലം നീങ്ങുകയാണെങ്കിൽ അടൂർ പ്രകാശിന് ചെറിയ ഒരു മുൻതൂക്കം തന്നെയാണ് ആ മണ്ഡലത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ പ്രകാരമുള്ളത്. കാരണം 2019 കോന്നിയിൽ നിന്ന് ആറ്റിങ്ങലിൽ വന്നിറങ്ങിയ അടൂർ പ്രകാശ് അല്ല 2024 അടൂർ പ്രകാശ്. 2024 അടൂർ പ്രകാശ് എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷമായി ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അടൂർ പ്രകാശാണ്. അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശിനെ ആറ്റിങ്ങലിൽ വീഴ്ത്താൻ വി ജോയി, അത്ര കരുത്തനായ വി ജോയി ഉണ്ടായിട്ട് പോലും CPMന് കഴിയില്ല എന്ന സൂചനകൾ. നമുക്ക് അവിടെ നിന്ന് മാവേലിക്കരയിലേക്കാണ് വരേണ്ടത്. മാവേലിക്കരയിലേക്ക് വരുമ്പോൾ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് 2019 ആ മാവേലിക്കര മണ്ഡല പുനർനിർണയത്തിന് ശേഷം 2009 മുതലുള്ള തെരഞ്ഞെടുപ്പുകളിൽ അവിടെ ഒരേ ഒരു MPA ഉണ്ടായിട്ടുള്ളൂ. അത് കൊടിക്കുന്നിൽ സുരേഷാണ്. 2009, 2014, 2019 3 തെരഞ്ഞെടുപ്പുകളിലും ആധികാരിക വിജയമായിരുന്നു കൊടിക്കുന്നിൽ സുരേഷിന്റേത്. അത് 3 ജില്ലകളിലായി ചിതറിക്കിടക്കുന്ന ഒരു പ്രത്യേക ഭൂമിശാസ്ത്രമുള്ള മണ്ഡലമാണ്. ചങ്ങനാശ്ശേരി, കുട്ടനാട്, മാവേലിക്കര, ചെങ്ങന്നൂർ, കുന്നത്തൂർ, കൊട്ടാരക്കര, പത്തനാപുരം അങ്ങനെ കിടക്കുകയാണ് ആ മണ്ഡലം. അവിടെ 61,138 വോട്ടുകൾക്കാണ് ചിറ്റയം ഗോപകുമാറിനെ കഴിഞ്ഞ തവണ കൊടിക്കുന്നിൽ സുരേഷ് തോൽപ്പിച്ചത്. ഇപ്പോൾ CA അരുൺകുമാർ വരുന്നു, ബൈജു കലാശാല NDA സ്ഥാനാർത്ഥിയായിട്ടും വരുന്നു. പക്ഷേ അവിടെ CA അരുൺകുമാറിനെ പോലെ ഒരു യുവ നേതാവ് എത്തുമ്പോൾ സ്വാഭാവികമായും പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് LDF. CPI പ്രതീക്ഷ വയ്ക്കുന്ന സീറ്റുകളിൽ ഒന്നാണ് മാവേലിക്കര. പക്ഷേ ഈ കഴിഞ്ഞ 10-15 വർഷത്തെ ഇതിനകത്ത് തന്നെ നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ പലതും നേരത്തെ അടൂരിന്റെ ഭാഗമായിരുന്ന മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിലെ വോട്ടർമാരുമായി കൊടിക്കുന്നിൽ സുരേഷിനോടൊരു ബന്ധമുണ്ട്. ആ ബന്ധം തന്നെയാണ് ഇപ്പോൾ ചെങ്ങന്നൂരും കൊട്ടാരക്കരയും ഒരേ സമയം 2 MPA ഓഫീസുകൾ പ്രവർത്തിപ്പിക്കുന്ന ഒരു ലോക്സഭാ സാമാജികൻ എന്ന നിലയിൽ അവിടെ കരുത്തനാണ് കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയേണ്ടി വരും. CA അരുൺകുമാർ ഇപ്പോൾ ചിറ്റയം ഗോപകുമാറിന് കഴിയാത്തത്, ചെങ്ങറ സുരേന്ദ്രന് കഴിയാത്തത് CA അരുൺകുമാർ എന്ന ചെറുപ്പക്കാരന് കഴിയും എന്നൊരു നിഗമനത്തിലേക്കോ കണക്കുകൂട്ടലിലേക്കോ അവസാന റൗണ്ടിൽ എത്താൻ കഴിയുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ പറയപ്പെടുന്ന 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ, ആ 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും കൊടിക്കുന്നിൽ സുരേഷിനായിരുന്നു 2019 ലീഡ്, ആധികാരികമായ ലീഡായിരുന്നു. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അല്ലെങ്കിൽ ഒരു നിഗമനം, നമുക്ക് കണക്കുകൾ ഒക്കെ കൂട്ടിക്കിഴിച്ച് നോക്കുമ്പോൾ ലഭിക്കുന്ന നിഗമനം കൊടിക്കുന്നിൽ സുരേഷിന് തന്നെ മുൻതൂക്കമുണ്ട് എന്നാണ്. ചിറ്റയം ഗോപകുമാറിനെ തോൽപ്പിച്ച ചെങ്ങറ സുരേന്ദ്രനെ വീഴ്ത്തിയ, ആ 2 കരുത്തന്മാരെ വീഴ്ത്തിയ കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹത്തിന്റെ
ജനങ്ങളുമായുള്ള ബന്ധം സ്വാഭാവികമായും അവസാന റൗണ്ടിൽ ഗുണം ചെയ്യും എന്ന് തന്നെ കരുതുന്നു. ഒരുപക്ഷെ ലീഡ് കുറഞ്ഞേക്കാം. കഴിഞ്ഞ തവണത്തെ 61,000 ചിലപ്പോൾ കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് ഇതിന്റെ എല്ലാം അടിസ്ഥാനം വോട്ടിംഗ് പാറ്റേൺ ആണ്. കാരണം ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ 2004 ഒഴിച്ചു നിർത്തിയാൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കറിയാം, ഈ സമീപ ഭൂതകാലം നമുക്കറിയാം, അത് കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യാനുള്ള ഒരു അത്തരത്തിലൊരു പ്രവണത വോട്ടർമാർക്കിടയിലുണ്ട്. പ്രത്യേകിച്ചും BJPയെ ഭയക്കുന്ന ന്യൂനപക്ഷമുണ്ട്. BJPയെ ദുർബലപ്പെടുത്താൻ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന പൊതുവികാരമുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പൊതു വോട്ടിംഗ് പാറ്റേൺ ഉണ്ട്. അത് പലപ്പോഴും കോൺഗ്രസിനെ അല്ലെങ്കിൽ UDFനെ ശക്തിപ്പെടുത്തണം എന്ന നിലയിലായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയാണ്. അതുകൊണ്ടുകൂടിയാണ് ഇങ്ങനെ വരുന്നത്. അഭിപ്രായ സർവേകളൊക്കെ ആ നിലയ്ക്കുള്ള ഒരു നിഗമനങ്ങളിലേക്ക് പോകുന്നത്. സ്വാഭാവികമായും അതിനപ്പുറത്ത് ചിലപ്പോൾ ഒരു ട്രെൻഡാണെങ്കിൽ നമുക്ക് അതിപ്പോ ഇടതുപക്ഷത്തിന് അനുകൂലമായ തരംഗമാണെങ്കിൽ പറയാൻ പറ്റില്ല. ചിലപ്പോൾ മാവേലിക്കര വീഴാം, ആറ്റിങ്ങിൽ വീഴാം, കാസർഗോഡൊക്കെ വീഴാം. തരംഗം അടിച്ചാൽ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അത് ഒരു തെരഞ്ഞെടുപ്പിലും ഒരു രാഷ്ട്രീയ നിരീക്ഷകനും ഒരു സർവേയും ഇന്നേവരെ പ്രവചിച്ചിട്ടുമില്ല. അതിനപ്പുറത്ത് നിലവിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളും നിലവിലുള്ള സാധ്യതകളും നിലവിലുള്ള കണക്കുകൂട്ടലുകളും പ്രകാരം ഈ 3 മണ്ഡലങ്ങളും നേരത്തെ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് ശശി തരൂരിന് ഒരു മേൽക്കൈയുണ്ട് എന്നതുപോലെ ഈ 3 മണ്ഡലങ്ങളിലും കോൺഗ്രസിന് UDFന് മേൽക്കൈയുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ആലത്തൂരും പാലക്കാടുമാണ് ഇടതുപക്ഷം പ്രതീക്ഷ വയ്ക്കുന്നത്. ആലത്തൂരും പാലക്കാടും തൃശ്ശൂരിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആലത്തൂരും പാലക്കാടും ഇനി എത്രമാത്രമാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ എന്ന കാര്യം കൂടി വിലയിരുത്തിക്കൊണ്ട് അടുത്ത വീഡിയോയിൽ അടുത്ത തത്സമയത്തിൽ ചേരാം. എല്ലാവർക്കും സ്നേഹം. ഗുഡ് നൈറ്റ്.